മോഹൻകുമാർ, ആൾസോ നോൺ ആസ് സയനൈഡ് മോഹൻ, 20-ലേറെ സ്ത്രീകളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ. അയാൾ ഇന്ന് ജയിലിലാണ്. അതുപോലെ ചന്ദ്രകാന്ത് ജാ ഇന്നും തീഹാർ ജയിലിൽ കഴിയുന്ന മറ്റൊരു നെട്ടോറിയസ് സീരിയൽ കില്ലറാണ്. 20 സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും 18 സ്ത്രീകളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഉമേഷ് റെഡ്ഡിയും ജയിലിൽ കഴിയുന്നു. അതുപോലെ ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന മറ്റൊരു സീരിയൽ കില്ലറാണ് ദേവേന്ദ്ര ശർമ്മ. അയാളും ജയിലിൽ കഴിയുന്നു. അതുപോലെ 13 കുട്ടികളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ സിസ്റ്റേഴ്സാണ് സീമ ഗാവിദും രേണുക ഷിൻഡെയും. അവരും ജയിലിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ വരുന്ന ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഇവരെ ആരെയെങ്കിലും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് നിരുപാധികം മോചിപ്പിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എത്ര വലുതായിരിക്കുമെന്ന്. ആരും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. ജനങ്ങൾ പുറത്തിറങ്ങുവാനായിട്ട് ഭയന്നു വിറയ്ക്കും. എന്നാൽ ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ഇതിലും അപകടകാരിയായിട്ടുള്ളൊരു കൊലയാളിയെ പുറത്തു വിടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. 99% ഈ കുറ്റവാളി പുറത്തു വരുവാനുള്ള ചാൻസാണ് കാണുന്നത്. അവൻ്റെ പേരാണ് ദാരാ സിംഗ്. ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും മതഭ്രാന്ത് മൂത്ത് ജീവനോടെ കത്തിച്ച മനുഷ്യമൃഗം. തുടക്കത്തിൽ തന്നെ ദാരാ സിംഗിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷം കഥയിലേക്ക് കിടക്കാം. ഇരുൾ മൂടിയ വഴികളിലൂടെ സഞ്ചരിച്ച് രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ച മൃഗതുല്യനായ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം നമ്മളിവിടെ അനാവരണം ചെയ്യുകയാണ്. ഉത്തർപ്രദേശിലെ ഈറ്റാവ ജില്ലയിലുള്ള കാഗോർ ഗ്രാമത്തിലാണ് ഈ കഥയുടെ തുടക്കം. അവിടെ മിഹ്ലാൽ പാലിൻ്റെ മകനായി ജനിച്ച രവീന്ദ്രകുമാർ പാൽ എന്ന സാധാരണക്കാരനാണ് പിന്നീട് ലോകം ഭയക്കുന്ന ദാരാ സിംഗായി മാറിയത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന മൂത്ത സഹോദരനും വിവാഹിതരായിട്ടുള്ള 4 സഹോദരിമാരുമായിരുന്നു അവൻ്റെ കുടുംബം. ആർട്സിൽ ബിരുദമെടുക്കുകയും ഹിന്ദി ഭാഷയിൽ മികച്ച പ്രാവീണ്യം നേടുകയും ചെയ്ത അവൻ ആദ്യം ഡൽഹിയിലെത്തി. അവിടെ പലചരക്ക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം താമസിച്ചു. പിന്നെ ഏതാനും കച്ചവടങ്ങൾ നടത്തി. പിന്നെ 1989 ഒറീസയിലെ മാലിപോഷിലേക്ക് താമസം മാറുകയും അവിടെയുള്ള ഒരു പ്രാദേശിക സ്കൂളിൽ ഹിന്ദി അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തികച്ചും സാധാരണമായിട്ടുള്ളൊരു ജീവിതം. എന്നാൽ ആ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുന്നോടിയായിരുന്നു. വൈകാതെ ദാരാ സിംഗ് BJPയുടെ സജീവ അംഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ബജ്രംഗ് ദളിൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും മുൻനിര പ്രവർത്തകനായി. VHPയും ബജ്രംഗ് ദളും സാമ്പത്തിക സഹായം നൽകി നടപ്പിലാക്കിയിരുന്ന ഗോരക്ഷാ സമിതിയുടെ സജീവ അംഗം കൂടിയായിരുന്നു അവൻ. 1998 തെരഞ്ഞെടുപ്പ് വേളകളിൽ അവൻ BJPക്ക് വേണ്ടി സജീവ പ്രചരണം നടത്തുകയും RSS റാലികളിലും ക്യാമ്പുകളിലും സ്ഥിരമായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. മയൂർഭഞ്ച് ജില്ലയിലെ താരതമ്യേന സമ്പന്നമായ പടിയാബേഡ എന്ന ഗ്രാമമായിരുന്നു ദാരാ സിംഗിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം. അവിടെ അവൻ ബജ്രംഗ് ദളിന്റെ ഗോ സംരക്ഷണ പ്രസ്ഥാനത്തിൽ ശക്തമായിട്ട് ഇടപെടുവാൻ തുടങ്ങി. അവരുടെ പ്രധാന ലക്ഷ്യം മുസ്ലിം കന്നുകാലി വ്യാപാരികളായിരുന്നു. ഒറീസയിൽ ഗോവധം കർശനമായിട്ട് നിരോധിച്ചിരുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലേക്ക് പശുക്കളെ കടത്തിക്കൊണ്ടു പോകുന്ന ട്രക്കുകൾ ദാരാ സിംഗും അവൻ്റെ കൂട്ടാളികളും പതിവായിട്ട് തടഞ്ഞു നിർത്തി. പിന്നെ ആ മൃഗങ്ങളെ അഴിച്ചുവിടുകയും ട്രക്കുകൾക്ക് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിടിച്ചെടുക്കുന്ന പശുക്കളെ അവൻ അവിടെയുള്ള തദ്ദേശവാസികൾക്ക് വിതരണം ചെയ്തു. ഇതുകൊണ്ട് തന്നെ അവിടെയുള്ള ആദിവാസികൾക്കിടയിൽ ദാരാ സിംഗ് വലിയൊരു പരിധിവരെ സമ്മതനായിട്ട് മാറി. പിൽക്കാലത്ത് ഗ്രഹാം സ്റ്റെയിൻസ് കേസ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് 1 വർഷത്തിലധികമാണ് അവൻ ഒളിവിൽ കഴിഞ്ഞത്. ആ കൊടും പാതയ്ക്ക് ഒളിയിടം നൽകിയതും അഭയം കൊടുത്തതും അവിടെയുള്ള ഗ്രാമവാസികളിൽ ചിലരായിരുന്നു. രാവും പകലും അവന് ചുറ്റും എന്തിനും പോകുന്ന വിശ്വസ്തരായിട്ടുള്ള ഒരുപറ്റം അനുയായികൾ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഥയിലെ ഏറ്റവും നടുക്കുന്ന സത്യം മറ്റൊന്നാണ്. ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകം ദാരാ സിംഗിന്റെ ആദ്യത്തെ കൊലപാതകമായിരുന്നില്ല. മതവെറി തലയ്ക്ക് പിടിച്ച ആ മനുഷ്യമൃഗം അതിനു മുൻപ് മറ്റ് 3 പേരെ കൂടി അതിക്രൂരമായിട്ട് അരുങ്കൊല ചെയ്തിരുന്നു. ഓരോന്നും ഒന്നിനൊന്ന് ഭയാനകം. 1998 സെപ്റ്റംബറിലാണ് ദാരാ സിംഗ് തന്റെ ആദ്യത്തെ കൊലപാതകം നടത്തിയത്. മയൂർഭഞ്ച് ജില്ലയിലെ ഗോദാഫംഗ ഘാട്ടിയിൽ വെച്ച് കന്നുകാലികളെ കൊണ്ടുപോകുകയായിരുന്ന ഒരു ട്രക്ക് അവനും കൂട്ടരും ചേർന്ന് കൊള്ളയടിക്കുകയും പിന്നെ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടും അവരുടെ പക അടങ്ങിയില്ല. ട്രക്ക് ഡ്രൈവറുടെ സഹായിയായ ഷെയ്ഖ് ഇമാം എന്ന മനുഷ്യനെ ദാരാ സിംഗും കൂട്ടരും നടു റോഡിലിട്ട് അതിക്രൂരമായിട്ട് തല്ലിക്കൊന്നു. ആ കേസിൽ അവൻ അറസ്റ്റിലായെങ്കിലും മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് 2006 ഒക്ടോബറിൽ കോടതി അവനെ കുറ്റവിമുക്തനാക്കി. രണ്ടാമത്തെ കൊലപാതകം. രക്തദാഹം വീണ്ടും അവനെ വേട്ടയാടി. 1999 സെപ്റ്റംബർ മയൂർഭഞ്ച് ജില്ലയിലെ ജമാബാനി ഗ്രാമം. അരുൾദാസ് എന്ന കത്തോലിക്ക പുരോഹിതനായിരുന്നു ഇത്തവണ അവരുടെ ഇര. ഗ്രഹാം സ്റ്റെയിനെ കൊലപ്പെടുത്തിയ ശേഷം അവൻ ഒളിവിൽ കഴിയുന്ന സമയമാണത്. അന്ന് ദാരാ സിംഗിന്റെ കീഴിലുള്ള ഒരു സംഘം ആളുകൾ അരുൾദാസ് താമസിക്കുന്ന കെട്ടിടത്തിനെ വളയുകയും അതിന് തീയിടുകയും ചെയ്തു. തീ ആളുന്ന കെട്ടിടത്തിൽ നിന്നും ജീവരക്ഷാർത്ഥം പുറത്തേക്ക് ഓടുവാനായിട്ട് ശ്രമിച്ച അദ്ദേഹത്തെ അവർ നിഷ്കരണം അമ്പെയ്ത് കൊലപ്പെടുത്തി. ഒടുവിൽ 2007 സെപ്റ്റംബറിൽ ഈ കേസിൽ ദാരാ സിംഗ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും അവന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. കൂട്ടുപ്രതികളായ ചെനാഹാവോ, രാജ്കിഷോർ മൊഹന്ത, ജാദുനാഥ് മെഹന്ത എന്നിവർക്കും അന്ന് ശിക്ഷ കിട്ടി. കൊലപാതക പരമ്പര അവിടെയും അവസാനിച്ചില്ല. 1999 നവംബർ 26 അവൻ തൻ്റെ 3ാമത്തെ കൊലപാതകം നടത്തിയത്.
പടിയാബേദ ഗ്രാമത്തിൽ വെച്ച് ദാരാസിംഗും 20ഓളം വരുന്ന അവന്റെ പ്രവർത്തകരും ചേർന്ന് വാക്കത്തുകളുമേന്തി ഒരു മുസ്ലിം വസ്ത്രവ്യാപാരിയായ ഷെയ്ഖ് റഹ്മാനെ വളഞ്ഞു. യാതൊരു ദയയുമില്ലാതെ അവരയാളെ വെട്ടിനുറുക്കി. മരണശേഷം മൃതദേഹത്തോടു പോലും അവർ കരുണ കാണിച്ചില്ല. ഷെയ്ഖ് റഹ്മാന്റെ ഇരു കൈകളും അവർ വെട്ടിമാറ്റി. അതിനുശേഷം ജഡം തീയിട്ട് എരിച്ചു കളഞ്ഞു. മുസ്ലിം വിശ്വാസപ്രകാരം മൃതദേഹം ദഹിപ്പിച്ചാൽ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്നും അത് തങ്ങളുടെ വിധി അനുസരിച്ച് മണ്ണിൽ കുഴിച്ചിട്ടാൽ മാത്രമാണ് മോക്ഷം കിട്ടൂ എന്നുമാണ് വിശ്വാസം. അങ്ങനെ സംഭവിക്കരുത്. അയാളുടെ ആത്മാവിന് പോലും മോക്ഷം കിട്ടരുത്. ആ ഒരു ചിന്തയിൽ നിന്നുമാണ് ദാരാസിംഗ് ഷെയ്ഖ് റഹ്മാന്റെ ജഡം കത്തിച്ചു കളഞ്ഞത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വസ്ത്രക്കടയും അവർ കത്തിച്ച് ചാമ്പലാക്കി. ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട സിംഗിനെയും കൂട്ടാളിയായ ബലുറാം മൊഹന്തിയെയും കോടതി കുറ്റക്കാരായിട്ട് കണ്ടെത്തി. 2007 ഒക്ടോബറിൽ ആ കൊലപാതക കുറ്റത്തിന് ദാരാസിംഗിന് ജീവപര്യന്തം തടവ് വിധിച്ചു. എന്നാൽ മതിയായ തെളിവുകളുടെ അഭാവം മൂലം കൂടെ ഉണ്ടായിരുന്ന മറ്റ് 23 പേരെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഗ്രഹാം സ്റ്റെയിനെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ കഴിയുന്ന സമയത്താണ് ദാരാസിംഗ് മേൽപ്പറഞ്ഞ 2 കൊലയും ചെയ്തത്. ആകെ മൊത്തം നോക്കിയാൽ 6 കൊലപാതകവും നിരവധി കലാപങ്ങളും അഴിച്ചുവിട്ട കൊടും കുറ്റവാളിയാണ് ദാരാസിംഗ്. ഇത്രയുമാണ് ദാരാസിംഗ് എന്ന കൊടും കുറ്റവാളിയുടെ രക്തരൂഷിതമായിട്ടുള്ള ഭൂതകാലം. ഒരു മതത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഭക്തി എന്നത് ആ മതം അനുശാസിക്കുന്ന നല്ല വഴികൾ പിന്തുടർന്ന് നടക്കുന്നതിലും അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നതുമായിരിക്കണം. അല്ലാതെ മതഭക്തി എന്ന പേരിൽ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും മറ്റു മതങ്ങൾ പിന്തുടരുന്നവരെ ഇല്ലാതാക്കുന്നതിലുമായിരിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അതിനെ ഭക്തി എന്ന് വിളിക്കുവാനായിട്ട് കഴിയില്ല. മറിച്ച് തികഞ്ഞ മതഭ്രാന്ത് എന്ന് മാത്രമാണ് പറയുവാൻ കഴിയൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ 1999 ജനുവരി 17 ഒഡീഷ സംസ്ഥാനത്തെ മയൂർഭഞ്ച് എന്ന ജില്ലയിലെ ബാരിപദ എന്ന സ്ഥലം. സമയം രാത്രി 8 മണിയോടടുക്കുന്നു. ആ ജില്ലയിലെ കളക്ടറും 40 വയസ്സുകാരനുമായ ബാലകൃഷ്ണന്റെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ നിന്നും അപ്പോഴും ഉച്ചത്തിൽ സംഭാഷണങ്ങൾ ഉയരുന്നുണ്ട്. തന്റെ ക്വാർട്ടേഴ്സിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അത്താഴം കഴിക്കുകയായിരുന്നു ബാലകൃഷ്ണൻ. അദ്ദേഹം തനിച്ചായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഒരു വിദേശ കുടുംബവും അന്ന് അവിടെ അത്താഴം കഴിക്കുന്നുണ്ട്. അവരോടാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ സംസാരിക്കുന്നത്. ആ ക്വാർട്ടേഴ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത് 57 വയസ്സുകാരനായ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും 3 കുട്ടികളും, കൂടാതെ ആ കുട്ടികളുടെ 2 സുഹൃത്തുക്കളും ഗ്രഹാമിന്റെ ഒരു സുഹൃത്തും ഉൾപ്പെടെ മൊത്തം 8 വിദേശികളായിരുന്നു. ഇതിനിടയിൽ അവരെല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന കോളിഫ്ലവർ പക്കോട തീർന്നു പോയെന്ന് മനസ്സിലാക്കിയ ബാലകൃഷ്ണൻ താൻ കഴിക്കുന്നത് അവിടെ നിർത്തിയിട്ട് തന്റെ വീടിന് പിന്നിലേക്ക് പോയി. അവിടെ അദ്ദേഹം തോട്ടത്തിൽ നട്ടുവളർത്തിയ കോളിഫ്ലവർ പറിച്ച് അത് തന്റെ ഭാര്യയ്ക്ക് നൽകി. അതുപയോഗിച്ച് പക്കോട ഉണ്ടാക്കി അവർ തീന്മേശയിലെത്തിച്ചു. തൃപ്തിയോടെ ആഹാരം കഴിച്ച ഗ്രഹാമും അദ്ദേഹത്തോടൊപ്പം വന്ന എല്ലാവരും ബാലകൃഷ്ണനുമായിട്ട് ഏകദേശം 2 മണിക്കൂറോളമാണ് സംസാരിച്ചത്. അതിനുശേഷമാണ് അവിടെ നിന്നും പോകുവാനായിട്ട് ഇറങ്ങിയത്. ഉത്തരവാദിത്തമുള്ള ഒരു കളക്ടർ എന്ന നിലയിൽ ബാലകൃഷ്ണന് എപ്പോഴും വലിയ തിരക്കായിരിക്കും. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട സദാസമയവും ഓടി നടക്കുന്ന ബാലകൃഷ്ണന് ഗ്രഹാമും അദ്ദേഹത്തിന്റെ കുടുംബവും തന്റെ വീട്ടിൽ അന്ന് വന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഇവിടേക്ക് വരാമെന്ന വാഗ്ദാനവും നൽകിയാണ് അവരെ അദ്ദേഹം യാത്ര അയച്ചത്. എന്നാൽ അതിനുശേഷം നടന്ന ക്രൂരമായ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതും അദ്ദേഹം ഞെട്ടിപ്പോയി. കളക്ടർ ബാലകൃഷ്ണന്റെ മരണം വരെ ആ അവസാനത്തെ യാത്രയയപ്പ് ഒരു വേദനയോടെ അദ്ദേഹം ഓർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1999 ജനുവരി 23 ആ വിദേശികൾ ബാലകൃഷ്ണന്റെ വീട്ടിൽ വന്നു പോയിട്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞു. അന്നേ ദിവസം പുലർച്ചെ സമയം ഒരു 3 മണിയായി കാണും. കുടിലുകളും മരങ്ങളും നിറഞ്ഞ ഒരു പ്രദേശത്ത് കയ്യിൽ തീപന്തങ്ങളുമായിട്ട് 50-ലേറെ പുരുഷന്മാർ കൂട്ടം കൂടി നിന്നു. തങ്ങൾ എന്തോ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം ചെയ്യുവാൻ പോകും പോലെ വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അവർ നോക്കി നിൽക്കുന്നത്. അവന്റെ പേരാണ് ദാരാസിംഗ്. ദാരാസിംഗ് സംസാരിച്ചു തുടങ്ങി. അയാളുടെ ഓരോ വാക്കും മറ്റുള്ളവരുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ കനലുകൾ പാകി. ക്രമേണ 50ഓളം ആളുകളുടെ ഉള്ളിൽ ഒരു വലിയ വിദ്വേഷം വരച്ചു കയറി. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആ കൂട്ടത്തിന് നടുവിലായി 13 വയസ്സുള്ള സുദർശൻ ഹാൻസ്ല എന്നൊരു പയ്യനും ഉണ്ടായിരുന്നു. അവന്റെ മുഖത്തും മറ്റുള്ളവരുടെ മുഖത്ത് കാണപ്പെട്ട അതേ വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അവന് ഒരു കാര്യം അറിയില്ലായിരുന്നു. അടുത്ത കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെയും കാത്ത് തനിക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയാത്ത, തന്റെ ജീവിതകാലം മുഴുവനും തന്നെ വേട്ടയാടുന്നൊരു ഓർമ്മ കാത്തിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം. അവരുടെ ഈ യോഗം നടന്ന ഏതാനും സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ മുൻപ് കണ്ട കളക്ടർ ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ എടുത്ത ബാലകൃഷ്ണൻ ഞെട്ടിവിറച്ചു. നടുക്കം മാറാതെ അദ്ദേഹം താൻ കേട്ട വിഷയം ഉറപ്പുവരുത്തുവാനായിട്ട് ആ ജില്ലയിലെ SP വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ അറിഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. ഉടൻ തന്നെ കാറുമെടുത്ത് അദ്ദേഹം പുറപ്പെട്ടു. അവിടെ നിന്നും ഏകദേശം 170 കിലോമീറ്റർ ദൂരെയുള്ള മനോഹർപൂർ എന്ന സ്ഥലത്തേക്കായിരുന്നു ബാലകൃഷ്ണൻ പോയത്. ചുറ്റുപാടും മരങ്ങളും കുടിലുകളും നിറഞ്ഞ ആ ഭാഗത്ത് ഒരു വലിയ പള്ളി ഉണ്ടായിരുന്നു. പള്ളിക്ക് മുന്നിൽ കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ കരഞ്ഞുകൊണ്ട് കൂടി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കളക്ടറെ കണ്ടതും ജനക്കൂട്ടം അകന്നു മാറി. അവർ അദ്ദേഹത്തിന് വഴിയൊരുക്കി.
വൈകാതെ ഞെട്ടിക്കുന്ന ആ കാഴ്ച അദ്ദേഹം കാണുകയാണ്. അവിടെ ആ സ്ഥലത്ത് ഉരുകി തീർന്ന അവസ്ഥയിൽ ഒരു കാർ കിടക്കുന്നു. ഗ്ലാസുകളെല്ലാം പൊട്ടിത്തകർന്ന് റൂഫെല്ലാം കത്തി നശിച്ച് പെയിന്റ് എല്ലാം ഉരുകി ടയറുകളടക്കം വെണ്ണീറായിട്ട് കിടക്കുന്നൊരു കാർ. അതിൻ്റെ ഉള്ളിൽ മനസാക്ഷിയുള്ള ഏതൊരുവിൻ്റെ ഹൃദയം തകരുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. കാറിന്റെ പിൻസീറ്റിൽ 3 മനുഷ്യ ശരീരങ്ങൾ ഉരുകി ചേർന്ന് ഒന്നായി കിടപ്പുണ്ടായിരുന്നു. ആ 3 അസ്ഥികൂടങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കളക്ടർ ബാലകൃഷ്ണനെ കാണുവാനായിട്ട് വന്ന വിദേശിയായ ഗ്രഹാമും അദ്ദേഹത്തിന്റെ മക്കളായ 10 വയസ്സുകാരൻ ഫിലിപ്പും 6 വയസ്സുകാരൻ തിമോത്തിയുമായിരുന്നു. ഈ കാഴ്ച കണ്ട് ബാലകൃഷ്ണന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ആ ക്രൂരമായിട്ടുള്ള കാഴ്ചയിൽ നോക്കി നിൽക്കുമ്പോഴാണ് വളരെ ഉച്ചത്തിൽ 2 പേർ കരയുന്ന ശബ്ദം അദ്ദേഹം കേട്ടത്. അദ്ദേഹം പിന്നോട്ട് തിരിഞ്ഞു നോക്കി. അവിടേക്ക് ഓടി വരുന്ന ഗ്രഹാമിന്റെ ഭാര്യയായ ഗ്ലാഡിസിനെയും അവരുടെ മൂത്ത മകളായ എസ്തറിനെയുമാണ് അദ്ദേഹം കണ്ടത്. ഇരുവരും നിലവിളിച്ചുകൊണ്ട് കാറിന് നേർ കൂടി. വിദേശിയായ ഗ്രഹാമും അദ്ദേഹത്തിന്റെ മക്കളും അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുവാനുള്ള കാരണം എന്താണ്? നമ്മളിപ്പോൾ പരിചയപ്പെട്ട 13 വയസ്സുകാരൻ സുദർശൻ എന്ന ബാലനെ ജീവിതകാലം മുഴുവനും വേട്ടയാടിയ ശാപം എന്താണ്? 1999 ഇന്ത്യയെ മാത്രമല്ല ലോകരാജ്യങ്ങളെ അടക്കം ഒന്നുപോലെ ഞെട്ടിച്ച, ഇപ്പോൾ മാധ്യമങ്ങളിൽ വീണ്ടും ഉയർന്നു വന്ന ഗ്രഹാം സ്റ്റെയിൻസ് വധക്കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജനുവരി 18 ഓസ്ട്രേലിയയിലെ പാമുഡ്സ് എന്ന നഗരത്തിൽ വില്യംസ് എലിസബത്ത് ദമ്പതികളുടെ മകനായിട്ട് ഗ്രഹാം സ്റ്റെയിൻസ് ജനിച്ചു. നല്ല ക്രൈസ്തവ വിശ്വാസികളായ ഗ്രഹാമിന്റെ മാതാപിതാക്കൾ ഗ്രഹാമിനെയും അതുപോലെ തന്നെയാണ് വളർത്തിയത്. പതിവായിട്ട് ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് കൂടാതെ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ഈ കുടുംബം ശ്രമിച്ചിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് വളരെ നന്നായിട്ട് പഠിക്കുന്ന, എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്ന നല്ല എളിമയുള്ളൊരു വ്യക്തിയായിരുന്നു. തൻ്റെ സഹപാഠികൾക്കോ സ്വന്തക്കാർക്കോ സുഹൃത്തുക്കൾക്കോ എന്ന് വേണ്ട, ആർക്കും എന്ത് സഹായവും തന്നെ കൊണ്ട് കഴിയും പോലെ ചെയ്തു കൊടുക്കുവാനായിട്ട് അവന് യാതൊരു മടിയുമില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ മുൻപോട്ട് നീങ്ങി. ഗ്രഹാമിൻ്റെ കോളേജ് പഠനം അവസാനിച്ചു. അപ്പോഴാണ് ഗ്രഹാമിന് ഇന്ത്യയിൽ നിന്നും ഒരു ലെറ്റർ വന്നത്. ഇവാഞ്ചലിക്കൽ മയൂർഭഞ്ച് മിഷണറി സൊസൈറ്റി എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഗ്രഹാമിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ആയിരുന്നു ആ ലെറ്റർ അയച്ചത്. ഇന്ത്യയിലെ കുഷ്ഠരോഗികളെ പരിപാലിക്കുവാനുള്ള ജോലി ചെയ്യുവാനാണ് ഈ ഫാമിലി ഫ്രണ്ട് ഗ്രഹാമിനെ ക്ഷണിച്ചത്. സാധാരണഗതിയിൽ ഏതു മാതാപിതാക്കളാണെങ്കിലും തങ്ങളുടെ മകൻ പഠനശേഷം നല്ലൊരു ജോലി കണ്ടെത്തണം, അതിനുശേഷം അവൻ വിവാഹം കഴിക്കണം, ജീവിതത്തിൽ സെറ്റിലാവണം, ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക. എന്നാൽ ഗ്രഹാമിൻ്റെ മാതാപിതാക്കൾ തികച്ചും വ്യത്യസ്തരായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സേവനം ചെയ്യുവാനും അതുവഴി ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അവരെ പഠിപ്പിക്കുവാനും സുവിശേഷ പ്രഘോഷണത്തിനുമായിട്ട് അവർ മകനെ ഇന്ത്യയിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനിച്ചു. ഗ്രഹാമിനും വലിയ സന്തോഷമായി. അങ്ങനെയാണ് 1965 അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ആദിവാസി ജനതയുടെ ഇടയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. മയൂർഭഞ്ചിലെത്തിയ ഗ്രഹാം കണ്ട കാഴ്ച ഇതായിരുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ നേരിടുന്ന ഒരു ജനതയായിരുന്നു അവിടെയുള്ളവർ. തീർത്തും ദരിദ്രമായിരുന്നു അവരുടെ അവസ്ഥ. ആരും തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ധാരാളം കുഷ്ഠരോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ആ മനുഷ്യജീവികളുടെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം ഇന്ത്യയിൽ വളരെ വ്യാപകമായിരുന്നു. കുഷ്ഠരോഗം ബാധിച്ചവരുടെ പേശികളും ഞരമ്പുകളും അസ്ഥികളും ക്രമേണ ദുർബലമാകും. തൊട്ടു പിന്നാലെ അവരുടെ ചർമ്മത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ പ്രത്യക്ഷപ്പെടും. കുഷ്ഠരോഗം ബാധിച്ചവരുടെ കാഴ്ചശക്തി കുറയും. അവരുടെ മൂക്കും കൈയും കാലും വിരലുകളും എല്ലാം ചുരുങ്ങി ചുരുങ്ങി ചെറുതാവും. അതോടെ അവരുടെ മുഖവും ശരീരവും ഉരുകി ചേർന്നതുപോലെ കാണപ്പെടും. അവസാനം എഴുന്നേറ്റ് നേരെ ചൊവ്വേ ഒന്നും നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാവും. കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ അവസാനം രോഗം മൂർച്ഛിച്ചവർ മരിക്കും. കൂടാതെ ഇതൊരു പകർച്ചവ്യാധിയാണ്. രോഗി ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അതിൽ നിന്നും പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ വ്യാപിച്ച് മറ്റുള്ളവരിലേക്ക് പടരും. ഇതും വലിയ അപകടമായിരുന്നു. ഇത്തരം രോഗികളെ സമൂഹം ഒറ്റപ്പെടുത്തും. മറ്റുള്ളവർ അവരെ കാണുന്നത് ഭയത്തോടെയും വെറുപ്പോടെയും ആയിരിക്കും. രോഗം ബാധിച്ചവരെ അവരുടെ കുടുംബം പോലും തിരിഞ്ഞു നോക്കില്ല. അവരെ വീട്ടിൽ നിന്നും ഇറക്കിവിടും. പിന്നെ അവരുടെ ജീവിതം തെരുവുകളിലും അതുപോലെ ആൾസഞ്ചാരമില്ലാത്ത സ്ഥലത്തുമായിരിക്കും. ഈ കാഴ്ച കണ്ട ഗ്രഹാമിന്റെ ഹൃദയം തകർന്നു. വൈകാതെ അവിടെ സേവനം ചെയ്യുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘത്തോടൊപ്പം ചേർന്ന് അദ്ദേഹവും കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവരെ സഹായിക്കുവാൻ തുടങ്ങി. സ്വന്തം കുടുംബം പോലും കൈവിട്ട, തൊട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആ കുഷ്ഠരോഗികളുടെ മുറിവുകളിൽ മരുന്ന് വെച്ച് അവരെ അദ്ദേഹം ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം തനിക്ക് ആരുമില്ല എന്ന് വേദനിച്ച് കഴിയുന്ന അവരോട് അങ്ങനെ വിചാരിക്കരുത്, നിനക്ക് കൂട്ടായിട്ട് ദൈവമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കൂ, പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് അവരെ മാനസികമായിട്ടും കരുത്തരാക്കി. അവർ ഗ്രഹാമിനെ ബഡാഭായ് എന്ന് വിളിക്കുവാൻ തുടങ്ങി. പിന്നീട് മയൂർഭഞ്ച്, കിയോഞ്ചാർ എന്നീ ജില്ലകളിലെ പല ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത ഗ്രഹാം ഞെട്ടിക്കുന്നൊരു കാര്യം മനസ്സിലാക്കി. അവിടെയുള്ള അവഗണിക്കപ്പെട്ട ജനതകൾക്കും അതുപോലെ കുഷ്ഠരോഗികൾക്കും
ശുചിത്വം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ യാതൊരു അറിവുമില്ല. അവർക്ക് ഈ മേഖലയിൽ വലിയൊരു ബോധവൽക്കരണം ആവശ്യമാണ്. പ്രധാനമായിട്ടും ഇതുമൂലമാണ് രോഗബാധയുണ്ടാകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഗ്രഹാം സ്റ്റെയിൻ അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തി. നിങ്ങൾ ഇനി മുതൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായിട്ടും ചെരുപ്പ് ധരിക്കണം. ആഹാരം കഴിക്കും മുൻപ് നിർബന്ധമായിട്ടും കൈകൾ സോപ്പിട്ട് കഴുകണം. അതോടൊപ്പം ധരിക്കുന്ന വസ്ത്രങ്ങളും സോപ്പിട്ട് അലക്കി വൃത്തിയാക്കണം. അങ്ങനെ തുടങ്ങിയ അനേകം ബോധവൽക്കരണ പ്രചരണങ്ങൾ അദ്ദേഹം നടത്തി. വെറുതെ പറയുക മാത്രമല്ല, പ്രവൃത്തിയിലും അദ്ദേഹം അത് നടപ്പിലാക്കി. പ്രായമായവർക്കും രോഗികൾക്കും ഗ്രഹാം സ്റ്റെയിൻ തീർത്തും സൗജന്യമായിട്ട് ചെരുപ്പ് നിർമ്മിച്ച് നൽകുവാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം ഇതാണ്. സമീപത്തുള്ള വർക്ക്ഷോപ്പുകളിലും ലോറി തെരുവുകളിലും കയറിയിറങ്ങി. അവിടെയുള്ള ഉപയോഗശൂന്യമായ പഴയ ടയറുകൾ അവരിൽ നിന്ന് സൗജന്യമായിട്ട് വാങ്ങി. അത്തരം ടയറുകൾ ഉപയോഗിച്ച് ചെരുപ്പിന്റെ ആകൃതിയിൽ വെട്ടിയെടുത്ത ചെരുപ്പുകൾ നിർമ്മിച്ചു. പിന്നെ അത് പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. എല്ലാറ്റിനും ഉപരിയായിട്ട് കുഷ്ഠരോഗികളെ കിടത്തി ചികിത്സിക്കുവാനായിട്ട് ഒരു ആശുപത്രി ആരംഭിച്ചു. അതിനുവേണ്ടി ഗവൺമെന്റ് അപ്രൂവലും വാങ്ങി. തുടക്കത്തിൽ 15 പേരെ മാത്രം കിടത്തി ചികിത്സിപ്പിക്കുവാനായിട്ട് സൗകര്യമുണ്ടായിരുന്ന ആ ക്ലിനിക്ക് 1980 ആയപ്പോഴേക്കും 100 പേരെ കിടത്തി ചികിത്സിപ്പിക്കുവാനായിട്ട് കഴിയുന്ന വലിയൊരു ആശുപത്രിയായിട്ട് മാറി. ഗ്രാമാന്തരങ്ങൾ വഴി സഞ്ചരിച്ച് ബഡാഭായ്, കുഷ്ഠരോഗം വരാതിരിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രോഗം വന്നാൽ എങ്ങനെയുള്ള ചികിത്സകളാണ് എടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങി നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തു. അതിനുവേണ്ടി ഒഡിയ, ഹോ, സന്താലി എന്ന് തുടങ്ങി 3ഓളം ഇന്ത്യൻ ഭാഷകളും പഠിച്ചു. അവഗണിക്കപ്പെട്ട ആ ജനതകൾക്കിടയിൽ ഒരു രക്ഷകനായിട്ട് അദ്ദേഹം മാറി. ആ സമയത്താണ് ഗ്രഹാമിനെ പോലെ തന്നെ മറ്റൊരു ക്രിസ്ത്യൻ സംഘടന മുഖേന ഇന്ത്യൻ ജനതകൾക്കിടയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഗ്ലാഡിസ് എന്ന യുവതിയും ഒഡീഷയിലേക്ക് വരുന്നത്. ഗ്ലാഡിസ് ഒരു നേഴ്സായിരുന്നു. അവർ ജനങ്ങളെ വളരെ കരുണയോടെയും താല്പര്യത്തോടെയും ചികിത്സിക്കുന്നത് ഗ്രഹാം കണ്ടു. വൈകാതെ ഗ്രഹാമിന് അവരോട് പ്രണയം തോന്നി. തന്റെ താല്പര്യം അദ്ദേഹം ഗ്ലാഡിസിനെ അറിയിച്ചു. ഗ്ലാഡിസിനും അത് സമ്മതമായിരുന്നു. 1981 ജൂൺ മാസത്തിൽ അവർ വിവാഹിതരായി. വൈകാതെ ഈ ദമ്പതികൾക്ക് എസ്തർ എന്ന മകളും ഫിലിപ്പ്, തിമോത്തി എന്നീ 2 ആൺമക്കളും ജനിച്ചു. ഗ്ലാഡിസ് ഒരു നേഴ്സ് ആയതുകൊണ്ട് ഗ്രഹാമിന്റെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികൾക്ക് കൂടുതൽ മികച്ച വൈദ്യസഹായം കിട്ടി. ഗ്ലാഡിസ് ഒരു നേഴ്സ് എന്ന നിലയിൽ മാത്രമല്ല സേവനം ചെയ്തത്, അവിടെയുള്ള ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചു. അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചമായ നിലയിൽ മുൻപോട്ട് നയിക്കുവാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു. അതിന്റെ ഫലമായിട്ട് അവിടെയുള്ള സ്ത്രീകൾ പലതരം തൊഴിലുകൾ പഠിച്ചു. കയർ പിരിക്കുക, പായകളും കുട്ടകളും നെയ്യുക, തയ്യൽ, ഇതൊക്കെ അവയിൽ ചിലത് മാത്രമാണ്. കൂടാതെ ആർത്തവ സമയത്ത് അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും അതുപോലെ ശുചിത്വമില്ലായ്മയും മനസ്സിലാക്കിയ ഗ്ലാഡിസ് അവർക്കായിട്ട് സൗജന്യമായിട്ട് നാപ്കിനുകൾ നൽകി. അവിടെയുള്ള കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിച്ചു. അതോടൊപ്പം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് അവരുടെ പൊതുവിജ്ഞാനം വളർത്തി. ഗ്രഹാം സ്റ്റെയിനും ഭാര്യയും അവരെ സ്നേഹിച്ചു. അവർ തിരിച്ചും ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് അവർ സഞ്ചരിച്ചു. അവരോടൊപ്പം മകളായ എസ്തറും ഉണ്ടായിരുന്നു. ആൺകുട്ടികളെ 2 പേരെയും ഊട്ടിയിലുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. ഇവർ ജനങ്ങൾക്ക് ഇത്രയധികം സേവനങ്ങൾ ചെയ്തതുകൊണ്ട് നിരവധി ഗവൺമെന്റ് കോൺടാക്റ്റുകൾ ഇവർക്ക് കിട്ടി. അങ്ങനെയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ട കളക്ടർ ബാലകൃഷ്ണനെ ഇവർ പരിചയപ്പെട്ടതും പിന്നീട് സുഹൃത്തുക്കളായതും. തുടക്കത്തിൽ നമ്മൾ കണ്ട ക്രൂരമായ ആ കൂട്ടക്കൊല നടക്കുന്നതിനും ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഗ്രഹാം തന്റെ മക്കളെ ഊട്ടിയിൽ നിന്നും ഒഡീഷയിലേക്ക് വരുത്തിയത്. മനോഹർപൂർ ഗ്രാമത്തിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കൂട്ടപ്രാർത്ഥനയുടെ സമയമായിരുന്നു അത്. അതിൽ പങ്കെടുക്കുവാനാണ് ജനുവരി 22-ാം തീയതി തന്റെ ആൺകുട്ടികളെയും കൂട്ടി അവിടേക്ക് ഗ്രഹാം എത്തിയത്. അതിനു തൊട്ടു പിന്നാലെയാണ് അവരെ ഏതാനും മനുഷ്യമൃഗങ്ങൾ ജീവനോടെ കത്തിച്ചു കൊന്നത്. ദാരുണമായി ഈ സംഭവം നടന്നതിന്റെ തൊട്ടു പിന്നാലെ അവിടെ എത്തിയ പോലീസ് അവിടെ കൂടിയ ജനങ്ങളോട് ആരാണിത് ചെയ്തത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം മുൻപോട്ട് വന്ന് ഈ ക്രൂരത ചെയ്തവരുടെ പേരുകൾ വെളിപ്പെടുത്തി. ചിലരുടെ വീടുകളും പോലീസിന്റെ കൂടെ പോയിട്ട് കാണിച്ചും കൊടുത്തു. തുടക്കത്തിൽ നമ്മൾ കണ്ട 13 വയസ്സുകാരൻ സഞ്ജുവിനെയും ചേർത്ത് 20-ലധികം യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരെ വെവ്വേറെ ഇരുത്തി പോലീസ് ചോദ്യം ചെയ്തു. വൈകാതെ ഇതിനെല്ലാം പിന്നിൽ 35 വയസ്സുള്ള ദാരാസിംഗ് എന്ന ഒരുവനാണെന്നും അവന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ ഇത് ചെയ്തതെന്നും അവർ കുറ്റസമ്മതം നടത്തി. പിന്നീട് നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1 വർഷവും 8 ദിവസവും കഴിഞ്ഞാണ് ദാരാസിംഗിനെ പോലീസിന് പിടിക്കുവാനായിട്ട് കഴിഞ്ഞത്. ഇനി ആരായിരുന്നു ദാരാസിംഗ് എന്ന് നോക്കാം. ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിലെ കാക്കോ ഗ്രാമത്തിലെ മിഹിലാൽ പാലിന്റെ മകനായിട്ട് രവീന്ദ്രകുമാർ പാൽ എന്ന പേരിലാണ് ദാരാസിംഗ് ജനിച്ചത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു മൂത്ത സഹോദരനും വിവാഹിതരായിട്ടുള്ള 4 സഹോദരിമാരും ഇവനുണ്ട്. ആർട്ടിൽ ബിരുദമുള്ള ദാരാസിംഗിന് ഹിന്ദി ഭാഷയിൽ നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. പലചരക്ക് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം ഡൽഹിയിൽ താമസിച്ച് കച്ചവടം ചെയ്ത ശേഷം അയാൾ 1989 ഒരു പ്രാദേശിക സ്കൂളിൽ ഹിന്ദി അധ്യാപകനായിട്ട് ജോലിക്ക് കയറി. അതേ തുടർന്ന് ഒറീസയിലെ മാലിപൂഷിലേക്ക് താമസം മാറി. ദാരാസിംഗ് ഭാരതീയ ജനതാ പാർട്ടിയിലെ സജീവ അംഗമായിരുന്നു. അതോടൊപ്പം ബജ്രംഗദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും പ്രവർത്തകനായിരുന്നു. അതുപോലെ ഗോ രക്ഷാ സമിതിയുടെ സജീവ അംഗമായിരുന്നു. ഇത് VHPയും ബജ്രംഗദളും ധനസഹായം നൽകി നടപ്പിലാക്കിയൊരു സംരംഭമാണ്.
1998 തെരഞ്ഞെടുപ്പ് വേളകളിൽ BJPക്ക് വേണ്ടി അയാൾ പ്രചരണം നടത്തുകയും RSS റാലികളിലും ക്യാമ്പുകളിലും പങ്കെടുക്കുകയും ചെയ്തു. മയൂർഭഞ്ച് ജില്ലയിലെ താരതമ്യേന സമ്പന്നമായ പടിയാബേഡ എന്ന ഗ്രാമമായിരുന്നു ദാരാസിംഗിന്റെ പ്രവർത്തന മേഖല. ബജ്രംഗ് ദളിന്റെ ഗോസംരക്ഷണ പ്രസ്ഥാനത്തിൽ സിംഗ് ഉൾപ്പെട്ടിരുന്നു. മുസ്ലിം കന്നുകാലി വ്യാപാരികളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. ഒറീസയിൽ ഗോവധം നിരോധിച്ചിരുന്നു. അതുകൊണ്ട് പശ്ചിമ ബംഗാളിലേക്ക് പശുക്കളെ കൊണ്ടുപോകുന്ന ട്രക്കുകൾ ദാരാസിംഗും കൂട്ടരും പലപ്പോഴും തടഞ്ഞു നിർത്തി. തുടർന്ന് മൃഗങ്ങളെ അഴിച്ചുവിടുകയും ട്രക്കുകൾക്ക് തീയിടുകയും ചെയ്തു. അവന്റെ ലക്ഷ്യം മുഴുവനും മുസ്ലിം ട്രക്ക് ഡ്രൈവർമാരായിരുന്നു. അങ്ങനെ പിടിച്ചെടുക്കുന്ന പശുക്കളെ അവിടെയുള്ള പ്രദേശവാസികൾക്ക് വിതരണം ചെയ്തു. ഇതുമൂലം അവിടെയുള്ള ആദിവാസികൾക്കിടയിൽ അയാൾ ഒരു പരിധിവരെ സമ്മതനായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് കേസ് നടക്കുന്ന സമയത്ത് 1 വർഷത്തിലധികമാണ് അവൻ ഒളിവിൽ കഴിഞ്ഞത്. ആ സമയത്ത് അവിടെയുള്ള ഗ്രാമവാസികളിൽ ചിലരായിരുന്നു ഈ കൊലയാളികൾക്ക് അഭയം നൽകിയത്. സദാസമയത്തും വിശ്വസ്തരായിട്ടുള്ള ഒരുപറ്റം അനുയായികൾ അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഗ്രഹാം സ്റ്റെയിന്റെ കൊലപാതകം ദാരാസിംഗിന്റെ ആദ്യത്തെ കൊലപാതകമായിരുന്നില്ല. മതവെറി പിടിച്ച ആ മനുഷ്യമൃഗം ഇതിനു മുൻപ് 3 പേരെ അരുങ്കൊല ചെയ്തിട്ടുണ്ട്. 1998 സെപ്റ്റംബറിലാണ് ദാരാസിംഗ് ആദ്യത്തെ കൊലപാതകം നടത്തിയത്. അന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ഗോദാഫംഗ ഘാട്ടിയിൽ വെച്ച് കന്നുകാലി കൊണ്ടുപോയിരുന്ന ഒരു ട്രക്ക് ഇവനും കൂട്ടരും കൊള്ളയടിക്കുകയും കത്തിച്ചു കളയുകയും ചെയ്തു. തീർന്നില്ല. ട്രക്ക് ഡ്രൈവറുടെ സഹായിയായ ഷെയ്ഖ് ഇമാമിനെ ദാരാസിംഗും കൂട്ടരും നടു റോഡിലിട്ട് തല്ലിക്കൊന്നു. ഈ കേസിൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞ് 2006 ഒക്ടോബറിൽ ഇവനെ കുറ്റവിമുക്തനാക്കി. 1999 സെപ്റ്റംബറിൽ മയൂർഭഞ്ച് ജില്ലയിലെ ജമാബാനി ഗ്രാമത്തിൽ വെച്ച് അരുൾദാസ് എന്ന കത്തോലിക്ക പുരോഹിതനെ ദാരാസിംഗിന്റെ കീഴിലുള്ള ഒരു സംഘം ആളുകൾ അമ്പെയ്ത് കൊലപ്പെടുത്തി. അരുൾദാസ് താമസിക്കുന്ന കെട്ടിടത്തിന് ഇവരാദ്യം തീയിട്ടു. തീ ആളിയ കെട്ടിടത്തിൽ നിന്നും അരുൾദാസ് പുറത്തേക്ക് ഓടുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ അവർ അമ്പെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. 2007 സെപ്റ്റംബറിൽ ഈ കേസിൽ ഇവൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ദാരാസിംഗിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കൂട്ടാളികളായ ചെന ഹാവോ, രാജ്കിഷോർ മുഹന്ത, ജാദുനാഥ് മുഹന്ത എന്നിവരെ ശിക്ഷിച്ചു. അതേ വർഷം നവംബർ 26-നാണ് അവൻ 3ാമത്തെ കൊലപാതകം നടത്തിയത്. പടിയാബേദ ഗ്രാമത്തിൽ വെച്ച ദാരാസിംഗും പിന്നെ 20ഓളം വരുന്ന പ്രവർത്തകരും ചേർന്ന് വാക്കത്തിയുമെടുത്ത മുസ്ലിം വസ്ത്രവ്യാപാരിയായ ഷെയ്ഖ് റഹ്മാനെ വളഞ്ഞിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. അയാളുടെ ജഡത്തെ പോലും അവർ വെറുതെ വിട്ടില്ല. മരിച്ചു കിടക്കുന്ന ഷെയ്ഖ് റഹ്മാന്റെ 2 കൈകളും മുറിച്ചു മാറ്റി. അതിനുശേഷം അയാളുടെ ജഡം തീയിട്ട് എരിച്ചു കളഞ്ഞു. മുസ്ലിം വിശ്വാസപ്രകാരം ജഡം ദഹിപ്പിച്ചാൽ ആ ആത്മാവിന് ശാന്തി കിട്ടില്ല. അതും മണ്ണിൽ അവരുടെ വിധി അനുസരിച്ച് കുഴിച്ചിടണം. എങ്കിൽ മാത്രമാണ് ആത്മാവിന് ശാന്തി കിട്ടൂ. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിരുന്നു ദാരാസിംഗ് അയാളുടെ ജഡം കത്തിച്ചു കളഞ്ഞത്. ഈ കൊലപാതകത്തിൽ ദാരാസിംഗും കൂട്ടാളിയായ ബുലുറാം മുഹന്ദയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 2007 ഒക്ടോബറിൽ കൊലപാതക കുറ്റത്തിന് സിംഗിനെ ജീവപര്യന്തം വിധിച്ചു. അതേസമയം മതിയായ തെളിവുകളുടെ അഭാവം മൂലം മറ്റ് 23 പേരെ കോടതി വെറുതെയും വിട്ടു. നമ്മൾ മുൻപ് കണ്ടതുപോലെ ഹിന്ദു മതത്തെയും അതിന്റെ ആശയങ്ങളെയും തീവ്രമായിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഘടനയാണ് ബജ്രംഗ് ദൾ. ആ സംഘടനയിലെ അംഗമായ ദാരാസിംഗിന് ക്രിസ്ത്യൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻ ഒഡീഷയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കൂടാതെ ബജ്രംഗ് ദളിന്റെ പ്രധാന പോളിസികളിൽ ഒന്നായിരുന്നു പശുക്കളെ കൊല്ലരുത് എന്നത്. എന്നാൽ ഗ്രഹാം ആദിവാസികൾക്ക് കഴിക്കുവാനായിട്ട് പോത്തിറച്ചു കൊടുത്തിരുന്നു. ഈ കാര്യവും ദാരാസിംഗിനെ ക്ഷുഭിതനാക്കി. അതുമാത്രമല്ല, സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിൻ കൊടുക്കുന്ന കാര്യം അയാളുടെ വികല മനസ്സിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമായിരുന്നില്ല. സ്ത്രീകളുടെ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഈ കുടുംബം ഇടപെടുന്നു. അങ്ങനെയാണ് ദാരാസിംഗ് ഈ പ്രവൃത്തിയെ മനസ്സിലാക്കിയത്. അതിലും ഉപരിയായിട്ട് ഒഡീഷയുടെ പല ഭാഗങ്ങളിലും പുതിയ ചർച്ചകൾ ഉയരുന്നത് അവനെ ദേഷ്യം പിടിപ്പിച്ചു. അവസാനം അവനൊരു തീരുമാനമെടുത്തു: പാവപ്പെട്ട ജനങ്ങളുടെ ബഡാഭായിയെ കൊലപ്പെടുത്തുക. അപ്പോഴാണ് മനോഹർപൂരി നടക്കുന്ന കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് ഗ്രഹാമും അദ്ദേഹത്തിന്റെ കുട്ടികളും വരുന്നുണ്ട് എന്ന വിവരം അവന് കിട്ടിയത്. അവൻ ചില പദ്ധതികൾ തയ്യാറാക്കി. തന്റെ സംഘടനയിലെ 50ലധികം യുവാക്കളുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിച്ചു. അവരെ ബ്രെയിൻ വാഷ് ചെയ്തു. അവരുടെ ഉള്ളിൽ മതഭ്രാന്ത് കുത്തി നിറയ്ക്കുന്നതിൽ അവൻ വിജയിച്ചു. അങ്ങനെ ദാരാസിംഗിന്റെ പ്രസംഗം കേട്ട് മതഭ്രാന്ത് കയറിയ ഒരാളായിരുന്നു ചഞ്ചു എന്ന് വിളിക്കുന്ന സുദർശൻ ഹാൻസ്ത. വൈകാതെ അവർ തീപ്പന്തങ്ങളും കയ്യിലെടുത്ത് കയ്യിൽ കിട്ടിയ സകല ആയുധങ്ങളും ശേഖരിച്ച് ദാരാസിംഗിന്റെ കീഴിൽ മനോഹർപൂരിലുള്ള ചർച്ചിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അതേസമയത്ത് ഇതൊന്നും അറിയാതെ ഗ്രഹാമും അദ്ദേഹത്തിന്റെ 2 കുട്ടികളും ചർച്ചിന് പുറത്ത് നിർത്തിയിരുന്ന അവരുടെ കാറിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു. അന്നേ ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് നിരവധി ആളുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കിടക്കുവാനുള്ള സ്ഥല സൗകര്യം അവിടെ കുറവായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗ്രഹാം സ്റ്റെയിൻ താനും മക്കളും കാറിന്റെ ഉള്ളിൽ ഉറങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നാൽ അത് അവരുടെ അവസാനത്തെ ഉറക്കമായിരുന്നു. തൊട്ടു പിന്നാലെ ആ കാറിനെ ദാരാസിംഗും കൂട്ടരും വളഞ്ഞു. കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചവർ കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തു. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന ഗ്രഹാമിനും അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായില്ല. അവർ കാറിൽ നിന്നും ഇറങ്ങുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കൊലയാളികൾ കൈവശമുണ്ടായിരുന്ന മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് 3 പേരെയും അടിച്ച് കാറിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങുവാനായിട്ട് കഴിയാത്ത സാഹചര്യമുണ്ടാക്കി. കൂടാതെ കാറിന്റെ ഡോറുകൾ തുറക്കുവാനായിട്ട് കഴിയാത്ത വിധം ബലമായിട്ട് അമർത്തി പിടിച്ചു.
അതേസമയത്ത് ഈ കോലാഹലം കേട്ട് അവിടെ എത്തിയ ഗ്രാമവാസികളിൽ ചിലർ കൊലയാളികളെ തടയുവാനായിട്ടൊരു ശ്രമം കൂടി നടത്തി. എന്നാൽ ആയുധധാരികളായ ആ സംഘത്തെ തടയുവാൻ അവർക്ക് സാധിച്ചില്ല. കോടാലിയും വാളും കമ്പിപ്പാരകളും ഉപയോഗിച്ച് ആ കൊലയാളിക്കൂട്ടം തടയുവാൻ വന്നവരെ ഓടിച്ചു. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന വൈക്കോൽ തുറുവിൽ നിന്നും കെട്ടുകെട്ടുകളായിട്ട് വൈക്കോൽ കൊണ്ടുവന്ന് ഗ്രഹാമിന്റെ കാറിന് മുകളിലും താഴെയും ഇട്ടു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ക്യാനുകൾ തുറന്ന് അതിനു മുകളിലേക്ക് ഒഴിച്ചു. അവസാനം തീപ്പന്തം ഉപയോഗിച്ച് കാറിന് തീ വെച്ചു. നിമിഷ നേരം കൊണ്ട് കാറിനെ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ട് തീ ആളിക്കത്തി. കനത്ത പുക കാറിന്റെ ഉള്ളിൽ വ്യാപിച്ചു. ശ്വാസം മുട്ടിയ ഗ്രഹാമും കുട്ടികളും ചുമച്ചുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് നീങ്ങി. ക്രമേണ കാറിന്റെ ഉള്ളിലേക്ക് തീ വ്യാപിക്കുവാൻ തുടങ്ങി. ബോധം കെട്ട അവരുടെ ശരീരത്തിലേക്ക് തീജ്വാലകൾ എരിഞ്ഞു കയറി. അടുത്ത നിമിഷം ബോധം തെളിഞ്ഞ് വേദന കൊണ്ട് പുളഞ്ഞ മൂവരും ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. കുറച്ചു നേരത്തിന്റെ ഉള്ളിൽ അവരുടെ നിലവിളി നിലച്ചു. അതെ, അവർ 3 പേരും മരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന 13 വയസ്സുകാരൻ ചഞ്ചുവിന് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എന്ന് മനസ്സിലായത്. അവന്റെ കൺമുൻപിൽ കിടന്ന 3 മനുഷ്യർ വെന്തു മരിച്ചിരിക്കുന്നു, അല്ല കൊല്ലപ്പെട്ടിരിക്കുന്നു. അവന്റെ മനസ്സിൽ വലിയ ഭയം തോന്നി. ദാരാസിംഗും കൂട്ടരും ആ കാർ പരിപൂർണമായിട്ടും കത്തി എരിയുന്നത് നോക്കി സന്തോഷത്തോടെ നിന്നു. അതിനുശേഷം ലക്ഷ്യം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ അടുത്തുള്ള വനത്തിലേക്ക് രക്ഷപ്പെട്ടു ഓടി. വേറെ വഴിയില്ലാതെ ചഞ്ചുവും അവരുടെ പിന്നാലെ ഓടി. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പോലീസിന്റെ അടുത്തേക്ക് ഓടി. പിന്നെ നടന്ന കാര്യങ്ങൾ അവരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പോലീസാണ് ഗ്രഹാമിന്റെ ഭാര്യയെ ഫോൺ വിളിച്ച് ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞത്. അതും കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് കളക്ടർ ബാലകൃഷ്ണൻ ഈ വിവരം അറിയുന്നത്. അദ്ദേഹം വേഗം സംഭവം നടന്ന ജില്ലയിലെ SP ഫോൺ ചെയ്തു. പിന്നെ താൻ അറിഞ്ഞ വിഷയം സത്യമാണോ എന്ന് അന്വേഷിച്ചു. അറിഞ്ഞ വാർത്ത സത്യമാണെന്ന് SP അദ്ദേഹത്തോട് പറഞ്ഞു. ജനുവരി 24, 1999 അന്നൊരു ഞായറാഴ്ചയാണ്. ബാരിപ്പാടയിലെ ബാപ്റ്റിസ്റ്റ് യൂണിയൻ ചർച്ചിന് മുൻപിൽ ആയിരങ്ങൾ തടിച്ചുകൂടി. അന്നാണ് ഗ്രഹാം സ്റ്റെയിനിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത്. അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ഗ്രഹാമിന്റെ ഭാര്യ ഗ്ലാഡിസിനടുക്കിലെത്തി കളക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞു, ഈ നാട്ടിൽ വെച്ച നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഒരു കാര്യം ഞാൻ വാക്ക് തരുന്നു, കൊലയാളികളെ ഞങ്ങൾ കണ്ടെത്തും. അവർക്ക് തീർച്ചയായും കഠിനമായ ശിക്ഷ കിട്ടിയിരിക്കും. എന്നാൽ കണ്ണീരോടെ ഗ്രഹാമിന്റെ ഭാര്യ പറഞ്ഞ മറുപടി ആരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. യേശുക്രിസ്തു കുരിശിൽ കിടന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു അവർ ആവർത്തിച്ചത്. അതെ, യേശുക്രിസ്തു തന്നെ കുരിശിൽ തറച്ച് കൊലപ്പെടുത്തിയവരോട് ക്ഷമിച്ചതുപോലെ ഗ്രഹാമിന്റെ ഭാര്യയും അവരോട് ക്ഷമിച്ചു. എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും കൊലപ്പെടുത്തിയവരോട് ഞാനും എൻ്റെ മകളും ക്ഷമിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്തവർ ഇനിയെങ്കിലും നല്ലവരായിട്ട് ജീവിച്ചാൽ മതി. അതായിരുന്നു അവരുടെ വാക്കുകൾ. ഇത് കേട്ട ബാലകൃഷ്ണനും മറ്റുള്ളവരും ഇങ്ങനെയും ഭൂമിയിൽ നല്ലവർ ഉണ്ടാകുമോ എന്ന അത്ഭുതത്തോടെ ഗ്ലാഡിസിനെ നോക്കി. എന്നാൽ ഗ്ലാഡിസ് കൊലയാളികളോട് ക്ഷമിച്ചുവെങ്കിലും ലോകരാജ്യങ്ങൾ അതിന് തയ്യാറല്ലായിരുന്നു. അവർ ഞെട്ടിക്കുന്ന ഈ സംഭവത്തെ വിമർശിച്ചു. ഇന്ത്യയിലുള്ള നിരവധി ക്രിസ്ത്യൻ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും കുറ്റവാളികൾക്ക് കഠിനമായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നു. ഈ സാഹചര്യത്തിൽ കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുത്തു. 2003 CBI കോടതി പ്രധാന പ്രതിയായ ദാരാസിംഗിന് വധശിക്ഷ കൊടുത്തു. അയാളെ കൂടാതെ പ്രധാന കുറ്റവാളികളായ 13 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും നൽകി. 37 കുറ്റവാളികളെ വിട്ടയച്ചു. 13 വയസ്സുകാരൻ ചഞ്ചുവിന് കിട്ടിയത് 14 വർഷം ജയിൽ ശിക്ഷയായിരുന്നു. എന്നാൽ ഇതിനെ എതിർത്ത് കുറ്റവാളികൾ എല്ലാവരും ഒഡീഷ ഹൈക്കോർട്ടിൽ അപ്പീൽ നൽകി. അതിന് പ്രകാരം ഹൈക്കോർട്ട് 2005 ദാരാസിംഗിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. മറ്റെല്ലാവരുടെയും ശിക്ഷ അതുപോലെ തന്നെ നിലനിർത്തി. എന്നാൽ അതിനെതിരെ കുറ്റവാളികൾ സുപ്രീം കോർട്ടിൽ അപ്പീൽ നൽകി. സുപ്രീം കോർട്ട് 2011 ദാരാസിംഗിനും അതുപോലെ മഹേന്ദ്ര എന്ന കൊലയാളിക്കുമുള്ള ജീവപര്യന്തം തടവ് ശിക്ഷ സ്ഥിരപ്പെടുത്തി. മറ്റു 11 പേരെയും നിരപരാധികൾ എന്ന് പറഞ്ഞ് പോലീസ് റിലീസ് ചെയ്തു. ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ മാസത്തിൽ ജയിലിലെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മഹേന്ദ്ര എന്ന കൊലയാളിയെ റിലീസ് ചെയ്തു. പുറത്തിറങ്ങിയ മഹേന്ദ്രയെ VHP പ്രവർത്തകർ മാലയിട്ട് ഒരു വീരനായകനെ പോലെയാണ് സ്വീകരിച്ചത്. ഒരു കൊലയാളിയെയാണ് അവരിങ്ങനെ ആഘോഷിക്കുന്നത് എന്നറിയുമ്പോൾ ഒരു ഞെട്ടലാണ് തോന്നുന്നത്. നിലവിൽ ഈ ഗ്യാങ്ങിന്റെ ലീഡറായ ദാരാസിംഗ് മാത്രമാണ് ഇപ്പോൾ ജയിലിലുള്ളത്. ഇവിടെയാണ് നാം ഒരു കാര്യം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ദാരാസിംഗും കൂട്ടരും യഥാർത്ഥ മതഭക്തിയുള്ളവർ ആയിരുന്നുവെങ്കിൽ, സ്വന്തം മതത്തെ അവർ അത്രയധികം സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവന്റെ ജന്മനാടായ ഒഡീഷയിൽ, അതേ മയൂർഭഞ്ച് ജില്ലയിൽ അവന്റെ മതത്തിൽപ്പെട്ട എത്രയോ പേരായിരുന്നു അവന് കൺമുൻപിൽ കുഷ്ഠരോഗം ബാധിച്ച് ജനങ്ങളാൽ കൈവിടപ്പെട്ട തെരുവോരങ്ങളിൽ പുഴുവരിച്ച് മരിക്കുവാനായിട്ട് കിടന്നത്. എന്തുകൊണ്ട് ദാരാസിംഗും കൂട്ടരും അവർക്ക് സഹായം ചെയ്തില്ല? ദാരിദ്ര്യം കൊണ്ട് വലയുന്ന തന്റെ സഹജീവികൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ പോലും അവന് എന്തുകൊണ്ട് സാധിച്ചില്ല? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ദാരാസിംഗും അവന്റെ അനുയായികളും മതഭക്തരായിരുന്നില്ല, മറിച്ച് മതഭ്രാന്തന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ നിന്നും വന്ന് ഇവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ഒരു പാവം മനുഷ്യനെയും ലോകം കാണാത്ത അദ്ദേഹത്തിന്റെ കുട്ടികളെയും അവൻ കൂട്ടക്കൊല ചെയ്തത്. മതം എന്ന മേലാപ്പിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഇവർ എല്ലാവരും ആ മതത്തിന് തന്നെ നാണക്കേടാണ്. ഇന്നും ഈ കൊലയാളികളെ ഹീറോ ആയിട്ടാണ് അവിടെയുള്ള BJP, RSS, ബജ്രംഗ് ദൾ പ്രവർത്തകർ കാണുന്നത്.
മതം ഒരു മനുഷ്യനെ നല്ല വഴിയിലേക്ക് നയിക്കേണ്ട മാർഗമാണ്, അല്ലാതെ സഹജീവികളെ കൊല്ലുവാൻ പഠിപ്പിക്കുന്നതായിരിക്കരുത്. മതഭക്തിക്കും മതഭ്രാന്തിനും ഇടയിൽ ഒരു നേർത്ത അതിർവരമ്പാണുള്ളത്. മതഭക്തി നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുവാനും അവരെ സ്നേഹിക്കുവാനും പഠിപ്പിക്കും. എന്നാൽ മതഭ്രാന്ത് നിങ്ങളെ മറ്റൊരു ധാരാസിംഗാക്കും. ഒരു ചെറിയ കുട്ടിയെ വരെ ജീവനോടെ കത്തിക്കുവാൻ പോലും മടി കാണിക്കാത്ത മനുഷ്യമൃഗം. കൂടാതെ ഈ കേസ് ആഴത്തിൽ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. ദാരാസിംഗും കൂട്ടരും ഗ്രഹാമിന്റെ കാർ കത്തിച്ചതിന് തൊട്ടു പിന്നാലെ അവിടെ ഒരു മഴ പെയ്തു. തീ ക്രമേണ അണയുവാനായിട്ട് തുടങ്ങി. എന്നാൽ ഇത് കണ്ട ദാരാസിംഗ് തന്റെ ആളുകളോട് കൂടുതൽ ഉണങ്ങിയ തെങ്ങോലകളും അതുപോലെ വൈക്കോലും വാരിക്കൊണ്ട് വരുവാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും അവരത് കാറിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. ഗ്രഹാമും കുട്ടികളും ഒരു കാരണവശാലും രക്ഷപ്പെടുവാനായിട്ട് പാടില്ല എന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. കാരണം അവന്റെ ഉള്ളിലെ മതഭ്രാന്ത് അത്രയധികം വലുതായിരുന്നു. ഈ ക്രൈം നടന്ന ദിവസം ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാൾ ഇന്ന് രാത്രി തന്റെ വീട്ടിൽ വന്ന് താമസിക്കൂ എന്ന് ഗ്രഹാമിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഗ്രഹാം അത് നിരസിച്ചു. ഇല്ല, താനും കുട്ടികളും ഇന്ന് കാറിൽ കിടന്നുറങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് ഇതൊരു അഡ്വഞ്ചർ ആയിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്ഷണം നിരസിച്ചു. അന്ന് ആ ഗ്രാമീണന്റെ വാക്ക് കേട്ട് അയാളുടെ കുടിലിൽ തങ്ങിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. ചരിത്രം മാറി മറിയുമായിരുന്നു. ദാരാസിംഗും കൂട്ടരും കാറ് കത്തിക്കും മുൻപ് ആ പ്രദേശത്തെയും അതുപോലെ ചുറ്റുമുള്ള മറ്റ് പ്രദേശങ്ങളിലെയും ടെലിഫോൺ കണക്ഷനുകൾ കട്ട് ചെയ്തിരുന്നു. ഒരു വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് അവിടെയുള്ളവർക്ക് ഉടനടി ഫോൺ വിളിച്ച് പോലീസിൽ വിവരം അറിയിക്കുവാനായിട്ട് കഴിയാതെ പോയത്. ഏകദേശം 170 കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്ന കളക്ടർക്ക് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. ദാരാസിംഗും കൂട്ടരും ആ കാറിന്റെ ഗ്ലാസുകൾ തകർത്തത് ഒരു കോടാലി ഉപയോഗിച്ചായിരുന്നു. ആ കോടാലി ആകട്ടെ അവിടെയുള്ള ഒരു ആദിവാസി ഗ്രാമത്തിന് അദ്ദേഹം നൽകിയ സമ്മാനമായിരുന്നു. അത് മോഷ്ടിച്ചുകൊണ്ട് വന്നായിരുന്നു അവരിങ്ങനെ ചെയ്തത്. താൻ സമ്മാനമായിട്ട് നൽകിയ വസ്തു ഉപയോഗിച്ച് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ദൃക്സാക്ഷികൾ പറയുന്നത് കാർ കത്തിയിരിക്കുന്ന സമയത്ത് ഗ്രഹാം സ്റ്റെയിൻസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുവാനായിട്ട് കഴിയുമായിരുന്നു. അതിനുള്ള അവസരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ 2 കുട്ടികളെയും ആ വണ്ടിക്കുള്ളിൽ ഉപേക്ഷിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തൻ്റെ കുട്ടികളെയും കെട്ടിപ്പിടിച്ച് അദ്ദേഹം മരണത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. തീയെല്ലാം അണഞ്ഞതിന് ശേഷം കണ്ട കാഴ്ച ഇതായിരുന്നു. 3 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉരുകി ചേർന്ന നിലയിൽ കിടക്കുന്നു. ആരുടെയും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കത്തിയെരിഞ്ഞ കാറിൽ നിന്നും ഗ്രഹാം സ്റ്റെയിൻസിന്റെ ബൈബിളും കൂടാതെ അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന പേഴ്സണൽ ഡയറിയും കിട്ടിയിരുന്നു. ആ ഡയറി പകുതി കത്തിയെരിഞ്ഞ നിലയിലാണ് കിട്ടിയത്. അതിൽ അദ്ദേഹം ആ ജില്ലയിലുള്ള പാവപ്പെട്ട കുറച്ച് ജനങ്ങളുടെ പേരുകളും അവർക്ക് അടുത്തതായിട്ട് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും എഴുതി വെച്ചിരുന്നു. ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു ഉള്ളടക്കം കൂടി ഉണ്ടായിരുന്നു. തന്നെ ആ കാറിന്റെ ഉള്ളിലിട്ട് ക്രൂരമായിട്ട് തീ വെച്ച് കൊന്ന കൊലയാളികളുടെ കുടുംബ പേരുകൾ വരെ അടുത്തതായിട്ട് സഹായം ആവശ്യമുള്ളവരുടെ ലിസ്റ്റിൽ അദ്ദേഹം എഴുതിയിരുന്നു. ഗ്രഹാം സ്റ്റെയിൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ആ സഹായം കിട്ടുമായിരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന കൊലയാളി ദാരാസിംഗിനെ ഒരിക്കൽ ഒരു റിപ്പോർട്ടർ ജയിലിൽ വെച്ച് മീറ്റ് ചെയ്തു. അയാൾ അവനോട് നീ ചെയ്തത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനവൻ കൊടുത്ത മറുപടി ഇതായിരുന്നു: ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ മതത്തെ സംരക്ഷിച്ചു. എന്നാൽ അതിനുശേഷം അദ്ദേഹം മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു. ശരി, വെറും 6 വയസ്സും 10 വയസ്സും പ്രായമുള്ള 2 കുട്ടികളെ കൂടി നീ കൊന്നുകളഞ്ഞല്ലോ. അതിനെക്കുറിച്ച് നിനക്കെന്താണ് പറയുവാനുള്ളത്? ഈ ചോദ്യത്തിന് മുൻപിൽ അവൻ ഉത്തരമില്ലായിരുന്നു. അവൻ മൗനം പാലിച്ചു. ഗ്രഹാം സ്റ്റെയിൻസ് നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ദാരാസിംഗും കൂട്ടരും അദ്ദേഹത്തെയും കുട്ടികളെയും കൊന്നത്. എന്നാൽ അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് മറിച്ചായിരുന്നു. അദ്ദേഹം ആരെയും നിർബന്ധിച്ചോ പ്രലോഭനം നൽകിയോ മതപരിവർത്തനം നടത്തിയിട്ടില്ല. കൂടാതെ ഇതേക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കണ്ടെത്തിയതും ഇതേ കാര്യമായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് ആരെയും നിർബന്ധിച്ചോ പ്രലോഭനം നൽകിയോ മതം മാറ്റിയിട്ടില്ല. ഇനി ഈ കൊലപാതകം ചെയ്യുവാനായിട്ട് ദാരാസിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന 13 വയസ്സുകാരൻ ചഞ്ചു ഹാൻസയിലേക്ക് ഇനി വരാം. അവന് 14 വർഷമാണ് തടവ് ശിക്ഷ കിട്ടിയത്. എന്നാൽ ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് 2008-ൽ, അതായത് 9 വർഷത്തിന് ശേഷം ജയിലിൽ നിന്നും റിലീസായി. എന്നാൽ സമാധാനം തേടി പുറത്തു വന്ന അവനെയും കാത്തിരുന്നത് വലിയ ദുരന്തമായിരുന്നു. ജയിലിൽ നിന്നും പുറത്തു വന്ന ഉടൻ തന്നെ അവൻ വിവാഹം കഴിച്ചു. അതിലൊരു കുട്ടിയും ഉണ്ടായി. എന്നാൽ കുറച്ചു കാലത്തിന്റെ ഉള്ളിൽ മരണം ഒരു തുടർ പരമ്പര പോലെ അവന് പിന്നാലെ വന്നു. അവന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടി എന്നുവേണ്ട അവന്റെ മുഴുവൻ കുടുംബവും ഓരോരുത്തരായിട്ട് അകാലത്തിൽ മരിച്ചു. താൻ ചെയ്ത മഹാപാപത്തിന്റെ പ്രതിഫലമാണ് തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. അതോടെ അവൻ മാനസികമായിട്ട് തകർന്നു. അവസാനം കുറ്റബോധം താങ്ങുവാൻ കഴിയാതെ എവിടെ വെച്ചാണോ ആ കുടുംബത്തെ കൊലപ്പെടുത്തുവാനായിട്ട് താൻ സഹായിച്ചത് അതേ സ്ഥലത്തേക്ക്, അതേ മനോഹർപൂർ ചർച്ചിലേക്ക് അവൻ എത്തുകയാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് പൊട്ടിക്കരഞ്ഞ് മുട്ടുകുത്തി വീണ് മാപ്പപേക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്നവർ അവനോട് നിന്നോട് ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു. കൂടാതെ സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചു.
മതം മാറ്റം തടയുവാനായിട്ട് കൊലപാതകം ചെയ്ത ആ കൊലയാളി അവസാനം തനിക്ക് സമാധാനം കിട്ടുവാനായിട്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ഏതു മതത്തെ ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചാണോ ദാരാസിംഗ് ചഞ്ജുവിനെ ബ്രെയിൻ വാഷ് ചെയ്തത്, അവസാനം അതേ മതത്തിൽ തന്നെ അവൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. സത്യത്തിൽ അതിലും വലിയൊരു ശിക്ഷ ദാരാസിംഗിന് കിട്ടുവാനില്ല. മതഭ്രാന്തിന് മുകളിൽ സ്നേഹം വിജയിച്ചൊരു സംഭവമായിരുന്നു ഇത്. ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യ ഗ്ലാഡിസിന് 2005 ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. എന്നാൽ അതോടൊപ്പം ഭയപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2026 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നേ വരെ താൻ ചെയ്ത കുറ്റങ്ങളിൽ പശ്ചാത്താപം തോന്നാത്ത മതഭ്രാന്തനും ഒരു സീരിയൽ കില്ലറുമായ ദാരാസിംഗിനെ നിരുപാധികം ജയിൽ മോചിതനാക്കുന്നുവെന്നാണ് ആ വാർത്ത. ഇതിനെ എതിർത്ത് നിരവധി സംഘടനകൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. കാരണം ദാരാസിംഗ് ഇപ്പോഴും കുറ്റബോധം എന്താണെന്നറിയാത്ത ഒരു നിഷ്ഠൂരനായിട്ടുള്ള കൊലയാളിയാണ്. അവൻ അറിയാവുന്ന ഏക തൊഴിൽ മതവിദ്വേഷം വളർത്തുക, കൊലപാതകം ചെയ്യുക, അതുമാത്രമാണ്. അങ്ങനെയുള്ള സമൂഹത്തിന് അപകടകാരിയായിട്ടുള്ളൊരു മനുഷ്യനെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നിരുപാധികം തുറന്നു വിടുവാനുള്ള ചർച്ചകൾ നടക്കുന്നത്. നിങ്ങൾ ഇതേക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? കമന്റിൽ അറിയിക്കുക. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.